ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മോർണിംഗ് ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയുവാൻ പോകുന്നത്. അതായത് ബിഗ് ബോസിനെ കുറിച്ച് പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ആയിരുന്നു, ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് അഭിനയിക്കുവാൻ വേണ്ടിയാണ് ഒരു കൂട്ടം ആൾക്കാരെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ സമൂഹത്തെ കുരങ്ങ് കളിപ്പിക്കുകയാണ്, പൊട്ടന്മാരാക്കുകയാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പല സീസണുകൾ നടക്കുമ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിനെതിരായി സമൂഹത്തിനൊരു മറുപടി ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ട് തന്നെ ഇന്ന് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പേര് വിളിച്ച മുറയ്ക്ക് ഓരോ മത്സരാർത്ഥികളും വന്നിട്ട് ഇത് സ്ക്രിപ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്പീച്ച് നടത്തിയത് അൻസിബയായിരുന്നു. അൻസിബ കുറേയേറെ പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് അൻസിബ പറഞ്ഞു വെച്ചത്. അൻസിബയുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും സ്ക്രിപ്റ്റഡ് തന്നെയാണ്. അൻസിബയുടെ സംസാരത്തിൽ സമൂഹം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, മത്സരാർത്ഥികൾ എങ്ങനെയാണ് ഈ ഷോയെ നോക്കിക്കാണുകയും അപ്പോൾ തന്നെ സമൂഹത്തിലുള്ള വ്യക്തികളെ നോക്കിക്കാണുകയും ചെയ്യുന്നത്, ഇവിടെ ഓരോരുത്തരും ഏത് തരത്തിലുള്ള മൂടുപടങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള നാടകങ്ങളാണ് ഓരോരുത്തരും കെട്ടിയാടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ തുറന്നങ്ങടിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ നോറയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു അൻസിബ. ഇന്ന് അതിന്റെ ബാക്കി കൂടി നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ഷോടക്ക് നോറയുടെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. നോറയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ നോറയ്ക്കെതിരെ അതിശക്തമായ രൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇന്ന് അൻസിബ അഴിച്ചുവിട്ടത്. നോറയ്ക്കെതിരെ മാത്രമല്ല, അവിടെയുള്ള പല മത്സരാർത്ഥികളെയും ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് കുത്തുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതും കേൾക്കാറുള്ളതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആർക്കാണെങ്കിലും കുറച്ച് ദിവസങ്ങളൊക്കെ അതിനകത്ത് അഭിനയിച്ചു നിൽക്കുവാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ റിയൽ ഫേസ് പുറത്തു വരും. എങ്ങനെയാണ് 100 ദിവസമൊക്കെ ഒരാളിന് നാടകം കളിക്കാൻ കഴിയുക? എന്നാൽ അൻസിബയുടെ അഭിപ്രായം നേരെ വിരുദ്ധമായിരുന്നു. 100 ദിവസവും ഇവിടെ നാടകം കളിക്കുവാൻ, മുഖം മൂടിയിട്ടുകൊണ്ട് ഫേക്കായിട്ട് നിൽക്കുവാൻ നന്നായിട്ട് അറിയാവുന്ന ചില ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 1 വർഷം അഭിനയിക്കാൻ പറഞ്ഞാലും ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവർ അഭിനയിച്ചുകൊള്ളും. ഈ ഷോയുടെ പ്രത്യേകത ഇത് സമൂഹത്തിന്റെ ഒരു പരിചിതമാണ്. ഇവിടെ റിയൽ ആയിട്ടുള്ള ആൾക്കാർ വരും, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വരും. അങ്ങനെ പല തരത്തിൽ ഇവിടെ നാടകം കളിക്കുകയും അല്ലാതെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും. എന്നാൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്ന ഷോയാണിത്. ബിഗ് ബോസിന്റെ മുൻപുള്ള ഷോകളൊക്കെ പുറത്തിരുന്ന് കണ്ട് അത് അരച്ചു കലക്കി കുടിച്ച് ഓരോ വീഡിയോകളും സെർച്ച് ചെയ്ത് അതിന്റെ കീഴിൽ വരുന്ന കമന്റുകൾ എല്ലാം കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കി സമൂഹത്തിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ട് അതിനുശേഷം അകത്തേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനകത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ ആയിരിക്കണം സംസാരിക്കേണ്ടത്, ഞാൻ ഇങ്ങനെ നിന്നെങ്കിൽ മാത്രമേ എനിക്ക് പുറത്തുള്ള ആൾക്കാരുടെ അക്സെപ്റ്റൻസ് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് അകത്തേക്ക് വന്നു കയറി കംപ്ലീറ്റ് നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഈ വീട്ടിനകത്തുണ്ട്. പക്ഷെ ബിഗ് ബോസിന് ഇതെല്ലാം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റുകളെയൊക്കെ ബിഗ് ബോസ് പലപ്പോഴും 8 നിലയിൽ പൊളിച്ചടുക്കുന്നത് കാണാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഏതെല്ലാം രീതിയിൽ ഇവിടെ കളിച്ചാലും ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാൻ കഴിവുണ്ട്. നമ്മളെക്കാൾ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെല്ലാം കൃത്യമായിട്ട് വിധിയെഴുത്ത് നടത്തുന്ന ഒരു ദിവസവും മുൻപിൽ വരുന്നുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ആരൊക്കെ ടൈറ്റിൽ വിന്നറായി മാറിയിട്ടുണ്ടോ അവരെല്ലാം 100% അതിന് ഡിസേർവിംഗ് ആയിരുന്നു, അവർ അർഹരായിരുന്നു. അതായത് പ്രേക്ഷകർ അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഒരിക്കലും തെറ്റു പറ്റിയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ മത്സരാർത്ഥികളെയും അവർ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണത്. ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ചില ആൾക്കാരുണ്ട്, അവർ സ്വന്തം വീട്ടിൽ പോലും അഭിനയിച്ചു നിൽക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് അവർ വേറൊരു ക്യാരക്ടർ പിടിച്ച് ഇവിടുത്തെ അഭിനയമൊക്കെ കാണുമ്പോൾ വീട്ടുകാർ പോലും സത്യത്തിൽ ഞെട്ടിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിവിടെ വന്നിട്ട് സമൂഹത്തിന് വലിയ മെസ്സേജുകളൊന്നും കൊടുത്തില്ലെങ്കിലും കുറഞ്ഞ പക്ഷം റോങ് ആയിട്ടുള്ള മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അൻസിബ ഇന്ന് പറഞ്ഞു വെച്ചു. വളരെ മനോഹരമായിട്ടായിരുന്നു അൻസിബ സംസാരിച്ചത്. അൻസിബയുടെ വാക്കുകളിലെ ഓരോരോ പോയിന്റുകൾക്കും വില കൊടുത്തേ മതിയാവുകയുള്ളൂ. വളരെ കൃത്യമായിട്ട് ഓരോ വ്യക്തികളെയും പോയിന്റ് ഔട്ട് ചെയ്യുവാൻ ശ്രമിച്ചു. അൻസിബ ഓരോ ആശയങ്ങളും ഓരോ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നതിന്റെ ഒടുവിൽ കറങ്ങിയടിച്ചു വന്നു നിൽക്കുന്നതെല്ലാം നോറയുടെ തലയ്ക്ക് മുകളിലേക്കാണ്. നോറ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സമൂഹത്തിന് ഒരു ഇൻസ്പിറേഷനാണ്, ഞാൻ പോരാടി കയറി വന്നൊരു ലേഡിയാണ്, താനൊരു വലിയ സംഭവമാണ് എന്നൊക്കെ. അൻസിബ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമൂഹത്തിന് നിങ്ങൾ ഇൻസ്പിറേഷനാണ് എന്നുള്ളത് നിങ്ങളല്ല പറയേണ്ടത്, സമൂഹമാണത് പറയേണ്ടത്. സമൂഹം അത് പറയാത്തിടത്തോളം കാലം ആ വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാവുകയില്ല.
അൻസിബ ഈ വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് നോറയുടെ മുഖം ആവർത്തിച്ച് ബിഗ് ബോസ് എടുത്തു കാട്ടുന്നുണ്ട്. നോറയ്ക്കിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്ന് നോറയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഇങ്ങനെ വലിച്ചു മുറുക്കി വെച്ചുകൊണ്ടാണ് നോറ അവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ വിയോജിപ്പ് തോന്നിയത്. അതായത് ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യം, നമ്മളൊരു ഇൻസ്പിറേഷനാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മളല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത് എന്ന് അൻസിബ എടുത്തു പറഞ്ഞു. പക്ഷേ ഈ അൻസിബ തന്നെക്കുറിച്ചും ഇത് തന്നെ മിക്കവാറും പ്രാവശ്യം പറയാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് പറയും, ഞാൻ മുഖം നോക്കത്തൊന്നുമില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ അത് ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നും ഞാൻ ചെയ്തതല്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ എന്ന് കണ്ടുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കിച്ചണിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് കണ്ടുകൊണ്ടാണ്, അല്ലാതെ എന്നെ പ്രൊജക്റ്റ് ചെയ്യുവാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷെ നോറ അവിടെ വന്നിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ആ സ്നാക്സ് എടുത്തിട്ടത് പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അൻസിബ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരൽ മറ്റുള്ള വ്യക്തിക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരൽ നമുക്ക് നേരെ ചൂണ്ടും എന്നുള്ള ഒരു തത്വം കൂടിയുണ്ട് ഇതിനകത്ത്. അൻസിബ അറിയാതെ നാക്ക് എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാള് പോലെയാണ്, തിരിഞ്ഞും മറിഞ്ഞും വെട്ടുകയാണ്. എന്തായാലും അൻസിബ ഈ സമൂഹം വിലയിരുത്തും എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ അൻസിബയുടെ വാക്കുകളെ കൂടി ഞാനൊന്ന് വിലയിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗംഭീരമായ സംസാരമായിരുന്നു. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് സകല ഉടായ്പകളെയും തുറന്നു കാട്ടിക്കൊണ്ട് അൻസിബ വളരെ വ്യക്തമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രശംസനീയമായൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് നോറയോ ആ വീട്ടിലുള്ള ഏതെങ്കിലും ആൾക്കാരോ ചുവട് മാറ്റുമെന്നോ നന്നാകുമെന്നോ എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. പക്ഷേ ഈ സംസാരത്തിൽ കൂടി അൻസിബ ഒരു വലിയ കൂട്ടം പ്രേക്ഷകരെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു എന്നുള്ളത് ഒരു പരമാർത്ഥമായ വിഷയം തന്നെയാണ്. എന്തായാലും വീഡിയോയ്ക്ക് കണ്ടമാനം ദൈർഘ്യമാകുന്നത് കൊണ്ട് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.